ഇതാണ് നമ്മുടെ വിവരത്തിന്റെ ഗുണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോള് വേറൊരുത്തന്റെ കൂടെ പോയി, മോൻ വേറൊരുത്തന്റെ കൂടെ പോയി. ഇനിയിപ്പോ ദുആ ചെയ്താലും ചെയ്തതും ചിലപ്പോ ഗോതര അല്ലാഹുടെ പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി. എന്നാലും ഞാനത് അവളോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കൃത്യമായൊരു ദുആയുണ്ട്. ആ ദുആയുടെ അർത്ഥം പറഞ്ഞു തന്നാൽ ഇന്നത്തെ പെണ്ണിനോട് മാണും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വാപ്പായുമായി നിർബന്ധിച്ചത് പറഞ്ഞിട്ടേ വിടാവൂ. എന്താ ദുആ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെ ദുആ എന്താ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മുടെ നോട്ടം രാവിലെ മാതൃഭൂമി അല്ല പറഞ്ഞ ഒന്നുകൂടെയാണ് ഞാൻ പറയാം. അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. മാതൃഭൂമിക്കാൻ ഏതായാലും അതോടെ പാഠം ഒരാൾ ചെയ്തു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃഭൂമി പരിഹസിച്ചു. പ്രവാചകനെ കാർട്ടൂൺ വരച്ച് പരിഹസിച്ചതിന്റെ പേരിലാണ് പിന്നീട് പാരീസിലും ഡെൻമാർക്കിലും ചാവേറുകളായി രോഷാകുലമായ വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹം ഇസ്ലാമിന്റെ പേരിൽ ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. പ്രവാചകനെ അപഹസിച്ചു എന്നതായിരുന്നു അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം, അല്ലേ? അത് വിവരവും വിവേകവുമില്ലാത്ത ഒരുപക്ഷെ തീവ്രവാദ സമൂഹം ഏറ്റെടുത്ത് അതിന്റെ പരിണിതഫലമായി ചാവേർ ബ്രസൽസിലും പാരീസിലും ചാവേറുകളായി പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആളുകൾ ചിതറിത്തെറിച്ചു. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളം മാതൃഭൂമി പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട്, അതും നിന്ദ്യമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് പത്രം പ്രസിദ്ധീകരിച്ചപ്പോ പിറ്റേ ദിവസം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും സ്വന്തം പ്രതീക്ഷിച്ചു. പക്ഷേ അതിന്റെ പേരിൽ മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് തന്നെ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ ടയർ കുത്തിക്കേറിയിട്ടില്ല, ഒരു മനുഷ്യന്റെ പോലെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് മാറിയിട്ടില്ല. കേരളത്തിൽ ക്ഷുഭിതരായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചാൽ രക്തം കൊടുത്തിട്ടും ജീവൻ കൊടുത്തിട്ടും ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പേരിൽ ഒരു ചരൽക്കല്ല് പോലും എറിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് കേരളീയ മുസ്ലിമീങ്ങളുടെ വൈകാരികമല്ലാത്ത വിവേകത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയേറെ പ്രബുദ്ധരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് കഴിഞ്ഞു എന്നത് അതിന്റെ പുറകിലുള്ള മറ്റൊരു വൃത്താന്തമാണ്. ഒരു കല്ലെറിഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നിരക്ക് ഒരു കല്ലെറിഞ്ഞില്ല, ഒരു ചില്ല് പോലും താഴെ വീണില്ല. എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം മാതൃഭൂമി ചവിട്ടി അരയ്ക്കണമെന്ന്. മാതൃഭൂമിക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ്. അവൻ പിറ്റേ ദിവസം അതിന്റെ ഫ്രണ്ട് പേജിൽ കൈവാലയത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു. പിന്നെ ആരും ചവിട്ടില്ലല്ലോ. പിറ്റേ ദിവസം നോക്കി, ഹജ്ജിന്റെ സമയമല്ല, ഉംറയുടെ സമയമല്ല, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേപ്പറിൽ ഉംറ ചെയ്യുന്ന കഅബയ്ക്ക് ചുറ്റും ഉംറ ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് വിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ വലിയൊരു ചിത്രം. എന്താ കാരണം? പിന്നെ പിറ്റേ ദിവസം മുസ്ലിങ്ങളെ അതിന് വിളിച്ച് ചവിട്ടില്ല എന്നറിയാം. നമ്മൾ ആരാസാനം അത് കീറി കളഞ്ഞിട്ട് ബാക്കിയിൽ ചവിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മൾ പത്രത്തിൽ പരസ്യം പറയുമ്പോൾ നമ്മൾ പറയും, ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി, ദരിദ്രൻ കോടീശ്വരനായി. പത്രം കിട്ടിയാൽ ലോട്ടറി ടിക്കറ്റിന്റെ അക്കം നോക്കുന്നതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാറില്ല. ഇന്നെ കേൾക്കാനത്തെ ഓരോ സഹോദരനും സഹോദരിയും ഈ ദുആ പഠിപ്പിച്ചു കൊള്ളുക. നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് മുതൽ ഇത് പഠിക്കണേ, പെൺമക്കൾക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ കൊയിലാണ്ടിയിലെ കല്യാണ വീട് നാളെ നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെടേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാനെല്ലാം എന്റെ റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കൊരു ശക്തിയുമില്ല. ഇത് പറഞ്ഞതിന് ശേഷം നീ വാതിൽ പടിയിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ദല്ല അൻ അസില്ല ഔ സല്ല ഔ അളമ ഔ ദുലിമ ഔ അദ്ഖല ഔ യുജ്ഹലു അലയ്യ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉദില്ല അൻ അസില്ല ഔ ഉസില്ല അൻ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ദുലിം അൻ അളിമ ഔ ദുലിമ അൻ അജ്ഹല ഔ യുജ്ഹലു അലയ്യ.
ഇന്ന് ഏറ്റവും ആവശ്യമായൊരു ദുആയാണിത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അനലില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാ, പടച്ചവനെ പിശാചുക്കൾ വഴിനീളം കാത്തു നിൽക്കുകയാണ്. ആ ആൺകുട്ടികൾ എന്നെ കാത്തു നിൽക്കുകയാണ്. അവരെന്നെ മാംസം നോക്കി കൊതിയൂറുകയാണ്. അതിലേക്ക് ഞാൻ പെട്ടുപോയി വഴിതെറ്റി പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. അനാസില്ല, അല്ലാഹുവേ എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ്. ആ സമയത്ത് എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. പടച്ചവനെ, വിവരമില്ലാത്തതിൽ നിന്ന് വിവരക്കേടെന്നെ ബാധിച്ചിട്ട് ഞാൻ അജ്ഞതയിലോട്ട് നടന്നു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടല്ലാതെ നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവൊക്കെ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒന്ന് പൊക്കി പിടിക്കട്ടെ. എന്താണെന്നറിയോ, ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവൊക്കി. താത്തരുത്, ഞാൻ എണ്ണാൻ പോവാണ്. ഒന്ന് എണ്ണാൻ പോണോ, പിന്നെ പൊക്കുന്നു. ഇത് കായ്വർക്കാർക്ക് അറിയാവുന്നവർ കൈവെക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ദുആ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ 10 പേർ, 10,000 പേര് കൂടിയതിൽ 10 പേർക്ക് അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം, വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കലോ. ഈ ദുആകൾ, ഈ പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ വഴിയിലൂടെ നടത്തട്ടെ. യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ തെറ്റു ചെയ്തു, ഉറപ്പാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴി ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമയുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മാക്ക് 7 മണി മുതൽ 9:30 വരെ സീരിയല്, വാപ്പാക്ക് 7 മുതൽ 9 വരെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വാപ്പ വേറെ മേച്ചിൽപ്പുറത്ത്, ഉമ്മ ഇവിടുത്തെ മേച്ചിൽപ്പുറത്ത്. സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ 2 കാരണങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ, ഒന്ന് സീരിയലും മറ്റൊന്ന് സ്മാർട്ട് ഫോണാണ്. ഒന്ന് സീരിയൽ, മറ്റൊന്ന് സ്മാർട്ട് ഫോൺ. ഇത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റിച്ചത്. സീരിയൽ നിരോധിക്കണം എന്നൊരു ചർച്ച പോലും കേരളത്തിൽ അടുത്ത സമയത്ത് വന്നിരുന്നു. അത്രയേറെ നമ്മുടെ സ്ത്രീകളെ സീരിയലുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സീരിയലുകൾ പെണ്ണുങ്ങളെ സ്വാധീനിക്കാറില്ലേ? ഉണ്ടോ ഇല്ലോ? നിങ്ങൾ നോക്കാറില്ല? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങൾ ഒരു 7 മണിയാകുമ്പോ പോയി നോക്കി. സീരിയലൊക്കെ ഓൺ ചെയ്തിട്ട് പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഈ മയിൽക്കുറ്റിയുടെ മുകളിൽ ഓന്തിരിക്കണവരെ അങ്ങോട്ടും ആടൂല ഇങ്ങോട്ടും ആടൂല. ഇങ്ങനെ ഇരുന്നങ്ങ് നോക്കി അതിലേക്ക് അങ്ങ് ലയിച്ചു കടിയുമ്പോ ആ സീരിയലിൽ കോസ്മെറ്റിക് ഇട്ട്, വില കൂടിയ സാരി ധരിച്ച്, വില കൂടിയ ചെരുപ്പ് ധരിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ കണ്ണീർ തേക്കും. കരച്ചിൽ വരണമെങ്കിൽ സീരിയലിലെ പെണ്ണുങ്ങള്, സിനിമയിലെ പെണ്ണ് കരയുന്നത് ഗ്ലിസറിൻ കണ്ണീർ തെച്ചിട്ടാ. നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഗ്ലാമർ ഇരിക്കുന്ന പെണ്ണ് സീരിയലിൽ ഇങ്ങനെ ഗ്ലിസറിൻ തെച്ചിട്ട് കരയുമ്പോ ഈ വടക്കഞ്ചേരിയിലുള്ള വടക്കം പെണ്ണ് അത് കണ്ടിട്ട് ഇങ്ങനെ കരയും. എന്താ അതിന്റെ അർത്ഥം? ആ പച്ച പൊട്ടിക്കറിയില്ല അപ്പോഴും അപ്പുറത്തിരിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ വെച്ചിട്ടാ കരയുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് നോക്കിയിട്ട് ഇവള് കരയും. കാരണം അത്രത്തോളം അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ആ കണ്ണുനീർ. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാറില്ല. അവർക്കത് ഇപ്പൊ പുതിയ ജനറേഷൻ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. ഈ അടുത്ത സമയത്ത് കണ്ടു, ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം?
ഓരോ കുട്ടികൾ ഓരോന്നായി പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് സിനിമാ നടനാവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് സ്മഗ്ലർ ആവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് കമാൻഡോ ആവണം, വേറെ കുട്ടികൾ പറഞ്ഞു എനിക്ക് സൂപ്പർമാൻ ആവണം, വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ഛോട്ടാ ഭീം ആവണം. അവസാനം ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ആ കുട്ടിയോട് സാറ് ചോദിച്ചു, മോനെ നിനക്കാരാവണം? അവൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലെ TV ആവണം. ആ കുട്ടി പറഞ്ഞ മറുപടി എനിക്ക് എന്റെ വീട്ടിലെ TV ആവണം. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ പറയാ? അപ്പൊ നിഷ്കളങ്കമായിട്ട് ആ കുട്ടി പറഞ്ഞു, അത്രേ എനിക്ക് എന്റെ വീട്ടിലെ TV ആകാനാ ഇഷ്ടം. കാരണം ഞാൻ എന്റെ വീട്ടിലെ TV ആയിരുന്നുവെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നാൽ അച്ഛൻ ഓടി വന്ന് എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും. അമ്മ എല്ലാ തിരക്കിന്റെ ഇടയിലും മാറ്റിവെച്ച് എന്റെ അടുക്കൽ വന്നിരിക്കും. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എന്റെ അടുത്ത് വന്ന് ചുറ്റും വട്ടം കൂടിയിരിക്കും. അവരൊരു ദിവസം സന്ധ്യ മുതൽ രാത്രി പാതിരാത്രി ഉറക്കം വരുന്നത് വരെ അവരെന്റെ ചുറ്റുവട്ടത്ത് ഇരുന്ന് അവരെന്നെ മാത്രം നോക്കിയിരിക്കും. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ പോയി അത് കേടുപാടുകളൊക്കെ ശരിയാക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരതോത്തിട്ട് കരയും. അവസാനം അവർ എന്റെ മുമ്പിൽ തന്നെ ഉറക്കം വന്ന് എന്റെ മുമ്പിൽ തന്നെ കിടന്നവർ ഉറങ്ങും. അവരെപ്പോഴും എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്റെ വീട്ടിലെ TV ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് കുട്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ. നമ്മളൊരു TVയെ ശ്രദ്ധിക്കുന്നിടത്ത് പോലും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ധാർമ്മികമായി അല്ലാഹുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പോലും ആവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, മോനെ അവൻ എനിക്കെല്ലാം അറിയാം. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹൽ അതൊരു സഹാബിയുടെ പേരല്ലേ? അല്ലാഹു വെറുതെ പറഞ്ഞല്ല. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹൽ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. അതൊരു സഹാബിയുടെ പേരല്ലേ? നിഷ്കളങ്കമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഉഷാറിയത്തില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞാലേ ഞാൻ നന്നായിട്ട് വാല് പറയും. നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 തുടങ്ങും. കേട്ടോ? എന്താണ് 8:30 കൂടെ നാളെ കൃത്യം 8:30 ഇൻഷാ അല്ലാഹ് വാല് തുടങ്ങാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത്തിരി താമസിച്ചു. മാത്രമല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞാനും മന്നാനിയും ബഹ്റൈനിലായിരുന്നു. മന്നാനി മിനിങ്ങാന്ന് വന്നു. ഇന്നലെ രാത്രിയാണ് എത്തിയത്. വളരെ രാത്രി, വളരെ വൈകി ഫ്ലൈറ്റ് ഡിലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, ഇവിടെ വന്ന് പ്രസംഗിക്കുക. ഇന്നൊരു വിശ്രമം കിട്ടിയാൽ നാളെ കുറച്ചുകൂടി നമുക്ക് ഹൈറാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 8:30 വരണം. ഒന്നുകൂടെ പെണ്ണുങ്ങൾ വരൂല 8:30? സീരിയലൊക്കെ ആ സമയമാകുമ്പോ തീരൂല്ലേ? ഇല്ലേ? അല്ലെങ്കിൽ അവിടെ ഒന്ന് തൊട്ട് വെച്ചാൽ നമുക്ക് നാളെ കഴിഞ്ഞ് കഥ വിട്ടത്. ആദരവ് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് കേൾക്കേണ്ട വിഷയമാണ് നാളെ. ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ ആ സമയത്തിന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. 6-ാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിനോട് വാപ്പ പറഞ്ഞു കൊടുത്തു, പത്ര മോനെ, ഏത് സമയത്തും നീ മുടങ്ങാതെ പറയണേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് 6 വയസ്സ് പ്രായമുള്ളപ്പോ തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ പാകതയെത്തിയപ്പോ തന്റെ ജീവിതത്തിന്റെ തിരക്കുകളിടയിൽ മക്കളോടുള്ള ബാധ്യതകൾ മറന്നു പോകുന്നു. ഈ ചെറുപ്പക്കാരുടെ വഴിപഠിപ്പിക്കലിന് ഒരു വിഭാഗത്തിൽ ഉത്തരവാദിത്വം പറയേണ്ട മാതാപിതാക്കളോട് ഈ വിഷയമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ ദിക്ർ നീ പറയണം. 2 വർഷക്കാലം 8 വയസ്സ് വരെ ഞാൻ ദിക്ർ കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിന് വലിയ പ്രകാശമായി. എനിക്ക് എന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടായി. പരലോകത്തെ കുറിച്ചുള്ള അറിവെന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി. 6-ാമത്തെ വയസ്സിൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിൽ നന്മയുടെ വെളിപാടുകൾ ഉണ്ടാക്കിയ ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ.
മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നീ വാത് കേട്ട് പോയിട്ട് ആ ദുആയും പഠിപ്പിച്ചു കൊടുക്കണം, ഈ ദിക്ർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു പറമനുഷ്യന്മാരെ, ഇതൊക്കെ നിങ്ങൾക്ക് മൂല്യാക്കന്മാർക്കും തങ്ങന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടാക്കി മാറ്റി നിങ്ങൾ. അങ്ങനെ നിങ്ങളെ ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ അലർജിയായി. ഇത് മൊയ്ലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ളതാണെന്ന് ധരിച്ചുപോയി. മൊയ്ലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടല്ല ഇത്. അതല്ല തീരുമാനിച്ചത് മൊയ്ലിയാർക്ക് കിട്ടും. അതിൽ നിങ്ങൾ ബേജാറാവണ്ട, അതില് നിങ്ങൾ ബേജാറാവണ്ട. മൊയ്ലിയാർക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട. മൊയ്ലിയാർക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ പള്ളിയിലെ മുക്രിയ അല്ലേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള് പള്ളിയിലെ വാങ്ങ വിളിക്കുന്ന മുക്രിക്കാക്കായ. മുക്രിക്കാക്കാടെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. കുറയൂല്ല. ഖത്തീബിന്റെ ശമ്പളം മാറിയാലും മുക്രിയുടെ ശമ്പളം മാറൂല. രണ്ടാമത് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാണ്. 2000 രൂപക്ക് പോലും ഈ കഴിഞ്ഞതിന് മുമ്പിൽ താഴ്ച കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിലെ ചുമയൊക്കെ പോയപ്പോ അവിടുത്തെ മുഅദ്ദിനോട് ഞാൻ ചോദിച്ച ശമ്പളം എത്രയാ? 1500 രൂപ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട് ഇത് മൊയ്ലിയാക്കന്മാർ